ഇന്നിപ്പോൾ ഭയങ്കര ഡിമാൻഡൊക്കെ ഉള്ള ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതാണ് ഈ ചിരട്ട. ഈ ചിരട്ട വെച്ചിട്ട് എൻ്റെ ഗാർഡനിൽ എന്തൊക്കെ ഐഡിയാസാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും പിന്നെ ചിരട്ട കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതേ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചകിരും ചിരട്ടിയൊക്കെ കൂടിയിട്ട് ഇതുപോലെ ചാക്കിലാക്കി വെക്കാറാണ് പതിവ്. എന്നിട്ട് ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് കൊടുക്കും. ഇവിടെ വേസ്റ്റ് എടുക്കാനും സ്ത്രീകളാണ് വരുന്നത്, അപ്പോൾ അവർക്ക് കൊടുക്കും. ഇതുപോലെ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ ഉമ്മ പറഞ്ഞത്, അതെ ചിരട്ടൊന്നും ഞാൻ ആർക്കും കൊടുക്കണ്ട കേട്ടോ, അവിടെയൊക്കെ നമ്മൾ കാശിനാണ് കൊടുക്കണത് പറഞ്ഞു. നമ്മുടെ ഇവിടെ ആരും കാശിനൊന്നും മേടിക്കില്ല, നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് കാശിന് മേടിക്കൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ചിരട്ട നിസ്സാരക്കാരനല്ല കേട്ടോ, ഭയങ്കര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ ചിരട്ട. ആ ഇടക്കാണ് എനിക്ക് ചിരട്ടയിൽ ചെടി നട്ടാലോ എന്നുള്ളൊരു ആഗ്രഹം വന്നത്. ഇതുപോലെ ഉള്ള ചിരട്ടകളിൽ ചെടി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ചിരട്ടയെ പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ചിരട്ടപ്പുട്ട് കഴിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്തൊരു രുചിയാണല്ലേ ചിരട്ടയിൽ ചുട്ട പുട്ടിന്. ചിരട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ നോർമലാകാൻ നല്ലതാണ് കേട്ടോ. അമിതമായാൽ അമൃതം വിഷം എന്നാണല്ലോ, അതുകൊണ്ട് രക്തക്കുറവ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാനും കുറച്ച് സമയത്ത് ഇതൊക്കെ ചിരട്ട തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ബ്ലഡ് കുറവുള്ള ഒരാളാണ്, അപ്പോൾ നോർമലായിട്ട് അത് വളരെ കുറഞ്ഞു വന്നിട്ടുള്ളൊരു സാഹചര്യമൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിരട്ട കൊണ്ട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അതുപോലെ ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ചിരട്ട മോതിരമൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചിരട്ടയുടെ ആ മുകളിലുള്ള ചെറിയ പൊടി നാര് പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അത് ചുരണ്ടി എടുത്തിട്ട് സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. ഞാനിതുവരെ ചിരട്ട കൊണ്ട് ആഭരണങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ചിരട്ടകൾ ഗാർഡൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ഒരുപാട് ഗാർഡൻ സംഭവങ്ങളാണ് ഇന്ന് ചിരട്ടയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയം തോന്നാം, ഈ ചിരട്ട ഒന്നും നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നില്ലേന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അടുപ്പില്ല, നമ്മൾ ഇത് കത്തിക്കാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നത്. ഇതേ ഷേപ്പിൽ കുറച്ച് വലിപ്പം കൂടിയ ചിരട്ടയാണ് ഞാൻ എൻ്റെ ഗാർഡൻ വർക്കിനായിട്ട് എടുക്കുന്നത്. ചിരട്ട മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ചെടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ ഷൈനി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ചെടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കഷ്ണം PVCയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കണ്ണൻ ചിരട്ട എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിരട്ടയിൽ നമുക്ക് കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ഒരു നല്ലൊരു ചെടി നടാം. അപ്പോൾ ഈ മോഡൽ ചെടി എന്ന് പറഞ്ഞാൽ ഒരു പുല്ല് പോലത്തെ, കാണുമ്പോൾ പുല്ലാണെന്ന് തോന്നും, പക്ഷേ അതല്ല, നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചേച്ചി തന്നതാണ്. അവിടെ ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 കട എനിക്ക് പറിച്ച് തന്നു. ഞാനിതാ ഇവിടെ അത് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചിരട്ടയിൽ നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്മോൾ ഗാർഡനിൽ ഇതും ഇരിക്കട്ടെ. അങ്ങനെ ഞാൻ അതും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്മോൾ ഗാർഡനിൻ്റെ ചെറിയ ചെറിയ സെറ്റിങ്സുകൾ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചാനലിൽ കയറിയിട്ട് എല്ലാവരും ഒന്ന് കാണണേ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പോട്ട് എടുക്കണം. പിന്നെ ചിരട്ട കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. നമ്മളിതിൽ കല്ലിടുമല്ലോ, കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൾ ഇടുമല്ലോ, അതുപോലെ ചിരട്ട ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം കല്ലിന് പകരം. എന്നിട്ട് കരിയില ഇട്ട് കൊടുക്കാം. പിന്നെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കരിയില ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് മതി. എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെടി നടാൻ പറ്റും. ഇപ്പോൾ ഈ ചട്ടിയുടെ അപ്പുറത്തിരിക്കുന്ന 2 ചട്ടിയിലുള്ള ചെടികളും ഞാൻ ഇതേപോലെ ഈ മെത്തേഡിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ. ഈ 2 ചെടിയും എനിക്ക് ഷൈനി ചേച്ചിയാണ് തന്നത്.
ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഒരു കോർണറിൽ ഇതുപോലൊരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കാർ പോർച്ചിൻ്റെ ഒരു മൂല ഭാഗമാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പം അവിടെ നല്ല രീതിയിൽ അഗ്ലോണിമ പല പല വെറൈറ്റികൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. ഒരു 9 വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ എലി വന്നിട്ട് ഇങ്ങനെ തുഴുത് മറിക്കുകയായിരുന്നു കേട്ടോ. പെരിച്ചായ് പോലെയുള്ള സംഭവങ്ങൾ വന്നിട്ട് ഇങ്ങനെ തുഴുത് മറിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അതൊക്കെ എല്ലാം പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് ചിരട്ട വെച്ചിട്ട് ഞാനിവിടെ ഒരു സംഭവം ചെയ്യാൻ പോവാണ്. പക്ഷേ എനിക്ക് അതിനുള്ള ചിരട്ട ഒന്നും തികഞ്ഞില്ല ലാസ്റ്റ്. അപ്പോൾ ഞാൻ കുറേ ചിരട്ട കൊണ്ടുവന്നിട്ടിട്ടാ. ഇങ്ങനെ ഇടുമ്പോൾ കുറേ ചിരട്ട ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതെല്ലാം ഓരോന്നും ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ട് വരിയായി വെച്ച്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ കല്യാണത്തിന് പോയാൽ ഇങ്ങനെ പായസത്തിന് കാസ് ഇങ്ങനെ വെക്കൂലേ, അതേപോലെ എനിക്ക് തോന്നിയിട്ടാ. എന്നിട്ട് ഞാനിതിലൊക്കെ മണ്ണ് നിറച്ചിട്ട് ഓരോ ചെടികൾ നട്ട് പിടിപ്പിക്കാം, വേര് പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ എലി ഇതെല്ലാം മറിച്ചിടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിറച്ച് മണ്ണൊക്കെ ഇട്ട് ഓരോ ചെടിയെല്ലാം ഇനി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ നട്ട് പിടിപ്പിക്കാൻ. അപ്പോൾ തൽക്കാലം എനിക്ക് ചേച്ചി തന്നതിൽ 2-3 ചെടികൾ 2 ചെടികൾ ഞാൻ ഇതിൽ നട്ട് വെച്ചിട്ടുണ്ട്. ചിരട്ട വെച്ച് വന്നപ്പോൾ ഇത്ര ചിരട്ടേ ഉണ്ടായുള്ളൂ. ഇത് ഫില്ല് ചെയ്യാനുള്ള ചിരട്ടയൊന്നും ഇനിയില്ല. ഇനിയിപ്പോൾ ഓരോന്നും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന തേങ്ങയുടെ ചിരട്ട കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തൽക്കാലം ഇതിലെല്ലാം മണ്ണൊക്കെ കോരിയിട്ടിട്ട് ഇതിൽ തന്നെ ചെടി പിടിപ്പിച്ചെടുക്കാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. അതാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് കേട്ടോ. ഇതിങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എനിക്ക് വേറൊരു ഐഡിയ കിട്ടി. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ചെയ്തിരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ നേരെ ഉമ്മാടെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ച്, നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ അറിയോ, അത് ഓർമ്മ ഉണ്ടാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നേ. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഇതുപോലെ ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട് ആർക്കേലും? കുഞ്ഞിപ്പരൊക്കെ വെച്ചിട്ട് കളിക്കൂലേ ചെറുപ്പത്തിലൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതറിയില്ല കേട്ടോ. ഇതുപോലെ ചിരട്ട എടുത്തിട്ട് നമ്മൾ കടക്കാരൊക്കെ ആയിട്ട് ഈ കച്ചവടമൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ കളിക്കുമല്ലോ. എനിക്കിപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെ ശരിക്കും പറയാൻ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജി അടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഇതേപോലെ കെട്ടിയെടുത്ത് ഇതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടിപ്പോയതാണ്. ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൽ മണ്ണ് നിറച്ചിട്ട് ഇതാ നമ്മുടെ ഈ ചെറിയ ഗാർഡനിൽ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ചെടി നടണം. നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും അതിൽ ചെടി നടുക എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഗാർഡൻ ഡെക്കറേഷനിൽ ഒരു ഐറ്റമായിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിതിൽ ഇതൊക്കെ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. 3 എണ്ണം ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി പിടിച്ച് നല്ല കൊല പോലെ നിൽക്കും. നല്ല രസമാണ് കാണാൻ. ചെടി ഇതിൽ ശരിക്കും നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. നല്ല രീതിയിൽ വേര് പിടിച്ചോളൂ കേട്ടോ. അങ്ങനെ അതും ചെയ്തു. അപ്പം നമ്മൾ ഔട്ട്ഡോറായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് കാണിച്ചത്. ഇനി ഇൻഡോറായിട്ട് ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട്. ഇനി അതും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വലിപ്പമുള്ള ചിരട്ടിയും കുറച്ച് PVCയുടെ പൈപ്പ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കുപ്പി പെയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കളർ ഞാനിതിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്ലാക്കും ഒന്ന് ഗ്രീനുമാണ് കേട്ടോ. ഗ്രീൻ കൊണ്ട് ഞാൻ നമ്മുടെ ചിരട്ടയ്ക്ക് പെയിൻ്റ് അടിച്ച്, പിന്നെ ബ്ലാക്ക് കളറിൽ ഈ PVC ആണ് പെയിൻ്റ് അടിച്ചത്. എന്നിട്ട് ഞാനത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അത് ബാൽക്കണിയിലാണ് കേട്ടോ. അപ്പോൾ
എന്നിട്ട് അതിലും മണ്ണ് നിറച്ചിട്ട് ഞാൻ റൂബി പ്ലാന്റ് നട്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു പോട്ട് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു നമ്മളെ കാറ്റിന്. അപ്പോൾ അതൊരു വീഡിയോയിൽ ഞാനെന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 5 പോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 6 എണ്ണം വെക്കണം. അപ്പോൾ അതേ മോഡലുള്ള വൈറ്റ് പോട്ട് ഇനി കിട്ടാൻ പണിയാണ്. അപ്പോൾ നമ്മൾ അത് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തു വെക്കാമല്ലോ. എന്തിനാ വെറുതെ കാശ് ചിലവാക്കണത്. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാ. പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ ചിരട്ടയുടെ ലുക്കേ മാറിയേക്കണ്ട. നല്ല ഭംഗിയില്ലേ, റെഡ് കളറും പിന്നെ ഗ്രീൻ കളറ് പിന്നെ അടിയിൽ ബ്ലാക്ക്. അടിപൊളി ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ബാൽക്കണി കാണാൻ. അപ്പോൾ ഈ ഒരു ചുമരിൽ ബ്ലാക്ക് ഗ്രീന് കളറിലുള്ള പോട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ചെയ്തു വെച്ച ഒരു സംഭവം കൂടി ഇരിക്കുന്നുണ്ട്. ഇതുണ്ടായി ഈ തൂക്കിയിട്ടൊരു സാധനം, മണി പ്ലാന്റ് തൂക്കിയിട്ടത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.